ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സനി. അപ്പോൾ ഇന്നൊരു വ്ളോഗാണ്. അപ്പോൾ എന്താ പറയുക, ഒരു റിംഗ് എക്സ്ചേഞ്ച് വ്ളോഗാണ്. എൻ്റെ അല്ല, എൻ്റെ കസിൻ്റെ റിംഗ് എക്സ്ചേഞ്ച് ആണ് ഗൈസ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞങ്ങൾ എൻ്റെ അമ്മേൻ്റെ വീട്ടിലത്തെ എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല സൂപ്പറായിരുന്നു. കുറേ ഞാൻ എൻ്റെ കല്യാണത്തിനൊക്കെ മുന്നേ കണ്ട കുറേ അമ്മായിമാരും കുറേ മേമ്മമാരൊക്കെ ഞാൻ പിന്നെയും കാണുന്നത് ഇപ്പോഴാട്ടോ. ഭയങ്കര നല്ല രസമായിരുന്നു. പക്ഷേ എനിക്കിത് ഫുൾ എൻജോയ് ചെയ്യാൻ കഴിഞ്ഞില്ലാണ്. കുഞ്ഞാവ കരഞ്ഞപ്പോഴും ഞാൻ പിന്നെ എല്ലാം വേണ്ടാച്ചിട്ട് പോന്നു. അപ്പോൾ ഞങ്ങൾ കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാട്ടോ കുട്ടി, ആര്യകൃഷ്ണനാണ് പേര്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല, നമുക്ക് അന്വേഷിക്കാം, കണ്ടെത്തണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഡ്രസ്സും ഒക്കെ എൻ്റെ അമ്മായിൻ്റെ സെലക്ഷൻ ആട്ടോ. ഫുള്ള് നല്ല സൂപ്പർ ഡ്രസ്സായിരുന്നു, നല്ല ക്യൂട്ട് ഡ്രസ്സായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഡ്രസ്സ്. അപ്പോൾ ഇതോടെ ഞങ്ങളുടെ അമ്മായി, അതായത് പുതിയ അമ്മായി അമ്മ. അപ്പോൾ എന്താണ്, അവർ ഭയങ്കര സന്തോഷത്തിലാണ്. അമ്മായി ഭയങ്കര ത്രില്ലായിരുന്നു. കാരണം അമ്മായിക്ക് ആൺകുട്ടികളാണ്. അപ്പോൾ പെൺകുട്ടിയോട് ഭയങ്കര താല്പര്യമാണ്. അവർ പുതിയ പെൺകുട്ടിയെ കിട്ടാൻ പോകുന്ന ഒരു ത്രില്ലായിരുന്നു. ഭയങ്കര കെടായിരുന്നു ആൾക്ക്. പിന്നെ എല്ലാവരും വന്നു, അവിടെ കണ്ടു, സംസാരിച്ചു. എല്ലാവരും എന്താ പേര്, അല്ല പേരല്ല, എന്താ ചെയ്യുന്നൊക്കെ പറയാൻ ചോദിച്ചു, സംസാരിച്ചു. പിന്നെ കാരണവന്മാരുടെ കുറച്ച് ചടങ്ങായിരുന്നു. അതായത് എന്താ പറയുക, ഈ ഇവരെ കല്യാണം എന്നതൊക്കെ ഫിക്സ് ചെയ്യേണ്ടത്, നമുക്ക് അങ്ങനത്തെ ഒരു സംസാരം ഉണ്ടല്ലോ, എന്താ പറയുക, അങ്ങനത്തെ എന്തൊക്കെയായിരുന്നു ഗൈസ്. പിന്നെ ആ വിളക്കെടുത്ത് ഇപ്പം ഞങ്ങൾ മാത്രമേ ഇവിടെ കണ്ടിട്ടുള്ളൂ. ജസ്റ്റ് ഞങ്ങളുടെ കൂടെ വന്നവരൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്യണം ഇവിടെ കാണാനായിട്ട്. അപ്പോൾ വിളക്കെടുത്തിട്ട് നമ്മൾ സ്റ്റേജിലായിട്ട് റിംഗ് എക്സ്ചേഞ്ച് ഒക്കെ ഉള്ളത്. അപ്പോൾ വിളക്കൊക്കെ എടുത്ത് സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ അവളുടെ അമ്മ, ഇതാണ് ഈ ഗ്രീൻ സാരിയാണ് അവളുടെ അമ്മ അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ അവിടെ വെയിറ്റിംഗിലായിരുന്നു, നമ്മുടെ അഖിലേട്ടൻ വെയിറ്റിംഗിലായിരുന്നു നമ്മുടെ ആൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ റിംഗ് എക്സ്ചേഞ്ച് ഒക്കെ കഴിഞ്ഞു. ഇനി ഞാനില്ല കേട്ടോ. ഇനി ഞാൻ എവിടെ പോയി, നമ്മുടെ കുഞ്ഞാവ കരൽ തുടങ്ങി. കുഞ്ഞാവയ്ക്ക് എന്തോ ആൾക്കാരെ കണ്ടിട്ടൊക്കെ ഭയങ്കര കേടല്ല, ഒരു ഭയങ്കര സങ്കടം. അപ്പോൾ എനിക്ക് അറിഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അതിന് ഞാൻ പോയി പാലെടുക്കുക, ഞാൻ പോയി റൂമിൽ പോയിരുന്ന് അത്ര ഉണ്ടായിട്ടുള്ളൂ. ആരെടുത്തേക്കും പോകുന്നില്ല, കരയോട് കരല്ല. ഞാൻ വേഗം ചോറിച്ചാലും നമുക്ക് നല്ല ടേസ്റ്റിൽ സൂപ്പർ ചോറൊക്കെ ആയിരുന്നു ഗൈസ്. പക്ഷേ അത് തിന്നാൻ പറ്റില്ല. ഞാൻ വേഗം ജസ്റ്റ് ഒന്ന് പേരിന് തിന്നിട്ട് നീറ്റ് വണ്ടി. ഞാൻ പിന്നെ വിവേകനോട് നമുക്ക് നിൽക്കണം, വേഗം പോവുക, കുട്ടിക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പോയി. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. കേക്ക് കട്ടിങ്ങും റിംഗ് എക്സ്ചേഞ്ചിലും പിന്നെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ ഞങ്ങൾ പോയി. ഇപ്പോൾ ഫുഡ് എടുക്കുമ്പോൾ ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ കുറച്ച് കഴിക്കുന്നുണ്ട്. നല്ല ബ്രോസ്റ്റും ചിക്കൻ ബിരിയാണിയും പിന്നെ മന്തി അങ്ങനത്തൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു ഗൈസ് ഫുഡ്. പക്ഷെ കഴിക്കാൻ പറ്റില്ല. ഇനി അവരുടെ കല്യാണത്തിനാണ് വല്ല ഇങ്ങനത്തെ ഫുഡ് കഴിക്കാൻ അങ്ങനല്ല കേട്ടോ, എല്ലാ കല്യാണത്തിനും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിതാ കുറച്ചൊരു 5 മിനിറ്റ് നിന്നിട്ട് ഞങ്ങളിത് വേഗം ചോറ് കഴിച്ചു. പോന്നു. കാറിലെത്തിയപ്പോഴും കുഞ്ഞാ വാവുറങ്ങി. പിന്നാലെ നമ്മൾ അന്നവും വാവുറങ്ങിയിട്ടാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം വിവേകം സംസാരിച്ചതിന് ശേഷം ഞാൻ നന്നായിട്ട് ഉറങ്ങി. കാരണം എന്താ വെച്ചാൽ നമുക്ക് രാത്രി പുറക്കില്ലല്ലോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് ഉറങ്ങി. ഇത് വിവേകം എടുത്ത വീഡിയോ കേട്ടോ. ഇത് എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു ഈ വീഡിയോ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ സനി.